നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഈ സീൻ തന്നത്. കാരണം അഞ്ജലി ഒന്നുമില്ലാതെ വെറും വട്ടപൂജ്യമായി അവിടെ പുറത്തു നിന്ന് മഴ നനയുമ്പോൾ നമ്മുടെ അർജുൻ കൂട്ടായിട്ട് ചെല്ലുമെന്ന് അറിയുമ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അനുപമ ചെയ്തു വെച്ച പണികൾ അനുപമയ്ക്ക് തന്നെ പാരയാകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ എപ്പിസോഡ് മുമ്പോട്ട് നീങ്ങുന്നത്. ഒരുപാട് സങ്കട കാഴ്ചകൾ ഇന്നത്തെ എപ്പിസോഡിലുണ്ടെങ്കിലും വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, അനുപമയാണല്ലോ അഞ്ജലിയും അർജുനും തമ്മിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അഞ്ജലിയുടെ വീട്ടിൽ പോയി പറയുകയും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ അഞ്ജലി ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് അനുപമയ്ക്ക് തന്നെ വിനയായി മാറുന്നൊരു സീനാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ തുടക്കഭാഗത്ത് തന്നെ നമ്മുടെ സങ്കട കാഴ്ചകൾ തന്നെയാണ്. നമ്മുടെ അഞ്ജലിക്കുട്ടി പുറത്ത് മഴ നനഞ്ഞ് നിൽക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആര്യയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും എല്ലാവരും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അകത്താണുള്ളത്. ആര്യയ്ക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ അഞ്ജലി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞു. ആ മഴയത്ത് ഇടിയും മഴയും എല്ലാം ഉണ്ട്. ആ ഒരു സമയത്ത് അഞ്ജലി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആര്യയ്ക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ആ ഒരു വീട്ടിൽ ഒരാൾ മാത്രം വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, അമ്മായിയുടെ ഒരു സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരൊരു വല്ലാത്തൊരു ദുഷ്ട സ്ത്രീ തന്നെ കേട്ടോ. മനസാക്ഷി എന്നൊരു സംഭവം ഈ സ്ത്രീക്കില്ല. ഒരു ക്യാരക്ടറും ഇല്ലാത്തൊരു ദുഷ്ട സ്ത്രീ എന്ന് ഈ അമ്മായിയെ പറ്റി പറയേണ്ടി വരും. എന്താണെങ്കിലും അമ്മായി മാത്രം ആ വീട്ടിൽ സന്തോഷിച്ച് ചിരിച്ചു അവിടെ ഇരിക്കുന്നു. ബാക്കി എല്ലാവരും ചങ്ക് പൊട്ടിക്കരയാണ് അവിടെ. അപ്പോൾ നമ്മുടെ അഞ്ജലി കിടന്ന് മഴയത്ത് നനഞ്ഞിരിക്കുന്ന കണ്ടിട്ട് ശ്യാമളാമ്മയുടെ നെഞ്ചും പെടയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അച്ഛനാണെങ്കിലും മുറിയിൽ സങ്കടപ്പെട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. ആര്യ എന്നിട്ട് പതുക്കെ വീൽ ചെയറിൽ അമ്മായിയുടെ അടുത്ത് തന്നെ ചെല്ലും. അതായത് ശ്യാമളാമ്മയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയും, അമ്മായി എന്ത് പരിപാടിയാണ് അമ്മായി കാട്ടുന്നത്? അവളെ വിളിച്ച് നകത്തേക്ക് കയറ്റ്. ഈ മഴയത്ത് എങ്ങനെ നിർത്താനായിട്ട് പറ്റുന്ന അമ്മായി? അവൾ മഴ നനഞ്ഞെന്തെങ്കിലും പനി പിടിക്കും അമ്മായി. ഞാൻ ഈ വീൽ ചെയറിൽ ചെല്ലണോ? ഞാൻ ചെന്ന് വീൽ ചെയറിൽ ചെന്നിട്ടാണെങ്കിൽ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം. അമ്മായി എന്തെങ്കിലും ഒന്ന് ചെയ്യും അമ്മായി എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ശ്യാമളാമ്മ പറയുന്നത്, വേണ്ട, അവളെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ടല്ല ഇറക്കി വിട്ടിട്ടുള്ളത്. അവൾ അവിടെ തന്നെ നിൽക്കും. നിനക്ക് അത്രയ്ക്ക് വിഷമാണെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ. പക്ഷെ ഒരു കാര്യം, തിരിച്ചിങ്ങോട്ട് കയറാമെന്ന് വിചാരിക്കേണ്ട നീ. ഇങ്ങനെ ശ്യാമളാമ്മ കടും പിടുത്തത്തിലാണ്. ഒരു രീതിയിലും നമ്മുടെ അഞ്ജലി തിരിച്ച് വീട്ടിലേക്ക് കയറ്റില്ല എന്ന് ശപഥം എടുത്തതുപോലെയാണ് കേട്ടോ. ഭയങ്കര സങ്കടം തോന്നും. ഭയങ്കര വാശിയിലാണ് ശ്യാമളാമ്മ. നെഞ്ച് പെടയുന്നുമുണ്ട്. എന്നാൽ അഞ്ജലിയെ കയറ്റാനും പറ്റത്തില്ല. ഇങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് അമ്മായി നിൽക്കുന്നു. അമ്മായി ഇങ്ങോട്ട് വരും. എന്നിട്ട് ആര്യയോട് പറഞ്ഞിട്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾ അവിടെ തന്നെ നിൽക്കട്ടെ, അവൾ ചെയ്ത തെറ്റിനാണ് അവിടെ നിൽക്കണമെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ഒരു ടോക്കൊക്കെ ഉണ്ടാവും. ഇതിന് ശേഷം നമുക്കറിയാം, അമ്മായിക്ക് ഇതൊക്കെ അനുപമയോട് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അമ്മായി അനുപമയെ വിളിക്കുകയാണ് കേട്ടോ. അനുപമയെ വിളിച്ചിട്ട് അമ്മായി പറയാണ്, എടി അനുപമ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരുന്നു. ഇതൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നടി? അവൾ അഞ്ജലി പുറത്തും ശിവരാമൻ ഇന്നും ഐഡി എന്ന് പറയും. അനുപമ മനസ്സിലായില്ല. എന്താ അമ്മായി വളച്ചു കെട്ടില്ല, അത് കാര്യം പറ, എന്താ അവിടെ സംഭവിച്ചത്, എന്താ ഉണ്ടായത്? അമ്മായി പറയും, അവളെ പുറത്താക്കിയിടി. നീ പറഞ്ഞില്ല ആ ചെക്കനായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്ന്. അവർക്കത് ബോധ്യമായി. അവളെ പുറത്താക്കി. ഇനി ശ്യാമള അവളെ ഒരിക്കലും അകത്തേക്ക് കയറ്റത്തില്ല. അനുപമയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അനുപമ പറയും, എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി അമ്മായി. എൻ്റെ അച്ഛൻ ശിവരാമൻ എവിടെ? അങ്ങേരിത് എന്ത് പറയുന്നു? അമ്മായി പറയും, അങ്ങേര് അവിടെ പിരിവെട്ടി മുറി കയറി ഇരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. ഇനി അവൾ എന്താണെങ്കിലും ഇങ്ങോട്ട് കയറാനായിട്ട് പോകുന്നില്ല. അവൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ. അവൾ ആ ചെറുക്കൻ്റെ കൂടെ എങ്ങോട്ടാന്ന് വെച്ചാൽ പോക്കോട്ടെ. അവൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിൽ പോട്ടെ. ഇങ്ങനെ അമ്മായി പറയും. അവിടെയാണ് സത്യത്തിൽ അനുപമയുടെ പണി ഒരു നൈസായിട്ട് അങ്ങ് പാളുന്നത് കേട്ടോ. അമ്മായി പറയുന്നുണ്ട്, ആ ചെറുക്കൻ്റെ കൂടെ അങ്ങ് പൊക്കോട്ടെ, അവൻ്റെ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോഴത്തേനും അനുപമ അങ്ങ് ഷോക്കഡായി പോകും കേട്ടോ. അതായത് താൻ ചെയ്തു വെച്ച പണി തനിക്ക് തന്നെ പാരയായി പോകുമെന്ന്. അതായത് അർജുൻ്റെ കൂടെ അഞ്ജലി എങ്ങാനും ശംഖചക്രത്തിലേക്ക് വരുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ഇപ്പോൾ അനുപമ ഉള്ളത്. വലിയൊരു പണി ഒപ്പിച്ച് വെച്ചത് തനിക്ക് പാരയായി മാറുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ ഒരു വലിയൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ ഒരു സംഭവങ്ങൾ അമ്മായിയും അനുപമയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം നൈസായിട്ട് അഭി തൊട്ടടുത്ത് വന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അമ്മായി പറയുന്നത് കേൾക്കുന്നില്ല. പക്ഷേ അനുപമയുടെ പ്രകടനങ്ങളും വാക്കുകളും ജാൻസി റാണി എവിടെ, അവൾ എവിടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും അനുപമ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അഭി കാണുന്നുണ്ട്. അനുപമ അറിയുന്നില്ല അഭി തൊട്ടടുത്ത്
ഉണ്ട് എന്നുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെ അനുപമ താൻ പണിത പണി തനിക്ക് തന്നെ പണിയായി മാറുമെന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം അമ്മയോട് പറയും, അമ്മേ ഞാൻ വിളിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അനുപമ ഇങ്ങനെ ആലോചിക്കും, ഈശ്വര ഞാൻ ചെയ്ത പണി എനിക്ക് തന്നെ പാരയായി മാറും, അവളെയും വിളിച്ച് ഇങ്ങോട്ടെങ്ങാനും വരും, ഈശ്വര ഇനി എന്ത് ചെയ്യും, ഇത് വലിയ പണിയായി മാറിയല്ലോ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് അനുഭവം നിൽക്കുന്ന സമയം അബിയുടെ അടുത്തേക്ക് വരും. അബിയെ കണ്ടിട്ട് ഷോക്കഡായി പോകും കേട്ടോ. അബി ചോദിക്കും, എന്താണ്, ആർക്കിട്ടാണ് അടുത്തുള്ള പണി? അവന് പറയും, ഓ എന്നെ നീ മനസ്സിലാക്കിയല്ലോ, നമ്മൾ തമ്മിലുള്ള പൊരുത്തം കണ്ടില്ലേ. അബി പറയും, അത് കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല, നീ എന്തെങ്കിലും അടുത്ത ആർക്കെങ്കിലും പാര പണിയുന്ന കാര്യമല്ല, നിനക്ക് എന്തെങ്കിലും ചിന്തിക്കാനായിട്ട് പറ്റുമോ? അനുഭവം പറയും, അടുത്തൊരു ഒരാൾക്കുള്ള പാരയാണ് ഞാൻ പണിയാനായിട്ട് പോകുന്നത്, അത് തനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ, അത് ആരാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു പണിയാനായിട്ട് പോവാം, ഐ ചലഞ്ച് ചെയ്യൂ, നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ, തനിക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. അങ്ങനെ അബിയെ വിളിച്ചിട്ട് അനുപമ അകത്തേക്ക് പോകും. അബി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇവൾ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അത് ആരാണ്? അഞ്ജലിയാണ് എന്ന് അബിക്ക് മനസ്സിലായി. അപ്പോൾ അഞ്ജലി എന്തോ ഇവൾ ചെയ്തിട്ടുണ്ട്, ഇവളെന്തോ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അബിക്ക് ഒരു ടെൻഷനൊക്കെ തോന്നുകയാണ്, അനുപമ എന്തോ ഒരു വള്ളിക്കെട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെയാണ് ആ സീൻ കാണുന്നത്. പിന്നീട് നമ്മൾ വീണ്ടും കാണുന്ന സീന് എന്ന് പറയുന്നത് അഞ്ജലിയുടെ വീട്ടിലാണ്. അഞ്ജലി പുറത്ത് ഇടിയൊക്കെ വെട്ടുമ്പോൾ മഴ നനഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അടുത്തുള്ള വീട്ടുകാരെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അവരോടെല്ലാം ഓൾറെഡി ഇങ്ങനെ കാര്യങ്ങൾ അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം പുറത്തേക്ക് വന്ന് നോക്കണമെന്നൊക്കെ ചോദിക്കും. അവർ പരസ്പരം പറയുന്നുണ്ട്, വേണ്ട നമുക്കതിൽ ഇടപെടണ്ട, ശ്യാമള പറഞ്ഞിരിക്കുന്ന ഇടപെടണ്ട, ആരും കൂടുതൽ നോക്കാൻ വരണ്ട, ആ അമ്മയുടെ വായിരിക്കുന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങൾ പല രീതിയിൽ എല്ലാവരും പറയുകയാണ്. അങ്ങനെ ആരും പുറത്തേക്ക് വരുന്നില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും അഞ്ജലി അറിയാം, പക്ഷെ ശ്യാമളയ്ക്കും മാത്രമാണ് അഞ്ജലിയെ മനസ്സിലാകുന്നത്. അഞ്ജലി എത്ര നല്ല കുട്ടിയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആരും മോശമായി ഒരു വാക്ക് പോലും പറയുന്നില്ല. പക്ഷേ ശ്യാമളമ്മയുടെ ഉള്ളിലെ വിഷമമൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത് എന്ന് ഒരു നിമിഷം ഒന്ന് കേട്ടുകൂടെ? അപ്പോൾ എന്താണെങ്കിലും അവരാരും പുറത്തേക്ക് വരില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്യാമളാമ്മ ഇതിനിടയിൽ എന്തൊക്കെ പറഞ്ഞാലും അമ്മ മനസ്സല്ലേ, ഒന്ന് പൊട്ടിക്കരയാതിരിക്കില്ലല്ലോ. അങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ജനൽ വഴി നോക്കുന്നുണ്ട്, അഞ്ജലി ഇങ്ങനെ മഴ നനഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീന് അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്യാമളാമ്മ ഇത് നോക്കി കരയുന്ന ആരി ഇങ്ങനെ കാണും, അടുത്തേക്ക് വരും. അപ്പോൾ പെട്ടെന്ന് കണ്ണ് തുടച്ച് നിൽക്കും, അത് അവൾ കാണണ്ടായിരുന്ന രീതിയിൽ. അങ്ങനെ ആരി വീണ്ടും പറയണം, അമ്മേ എന്തിനാണ് അമ്മായി ഇങ്ങനെ വാശി പിടിക്കരുത്, അവളെ പോയി വിളിക്കുക, ഞാൻ ഇഴഞ്ഞു പോയിട്ടാണെങ്കിലും വിളിച്ചിട്ട് വരാമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ശ്യാമള പറയും, വേണ്ട അതിൻ്റെ ആവശ്യമില്ല, അവളെ ഇറക്കി വിട്ടത് തന്നെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശിവരാമൻ ചേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് ആര് പറയും, അമ്മാവ അവൾ ഇങ്ങനെ ചെയ്യില്ല, അമ്മാവ ഇങ്ങനെ ചെയ്യില്ലേ. ശ്യാമളാമ്മായി വാശി കേട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം, പക്ഷേ അമ്മാവൻ എന്തിന് ഇങ്ങനെയൊക്കെ അവളോട് ചെയ്യുന്നത്, പാവ അഞ്ജലി നിൽക്കുന്ന കണ്ടില്ലേ അമ്മാവ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ആ ഒരു സീൻ അങ്ങനെയൊക്കെ അവിടെ നടക്കുകയാണ്. പക്ഷെ ഒരു രീതിയിലും വാതിൽ തുറക്കില്ല എന്ന വാശിയിലാട്ടോ ശ്യാമള ഉള്ളത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന് വീണ്ടും ശംഖചക്രത്തിലാണ്. അനുപമയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടിക്കഴിഞ്ഞു. സംഭവം വേറൊന്നുമല്ല, അർജുൻ എങ്ങാനും നമ്മുടെ അഞ്ജലിയും വിളിച്ചിട്ട് വരുമോ എന്ന് പേടിച്ചാണ് ഇപ്പോൾ അനുപമ ജീവിക്കുന്നത്. അങ്ങനെ അർജുൻ വരുന്നതും കാത്തിരിക്കുകയാണ്. അർജുൻ ജീപ്പിൽ നിന്ന് വന്നിറങ്ങുന്നു. അങ്ങനെ അർജുനെ കാണുകയും അർജുനോട് പറയും, എന്തായി ഇപ്പോൾ കുടുംബസ്ഥനായപ്പോൾ നേരത്തെ വരാനൊക്കെ തുടങ്ങിയല്ലേ. അങ്ങനെ ആദ്യം തന്നെ അനുപമ ചൊറിഞ്ഞു തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ അർജുനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പം എന്താ ചേച്ചി ഉദ്ദേശിച്ച്, എന്താ ഏടത്തി ഉദ്ദേശിച്ച്, എന്തൊക്കെയാണ് പറയുന്നത്, കുടുംബം എന്ത് കാര്യം, എന്തെങ്കിലും കാര്യമുണ്ടോ, വളച്ചുകെട്ടില്ലാതെ പറയും. അല്ല ഞാൻ പറഞ്ഞതേ അഡ്വക്കേറ്റ് അഞ്ജലിയെ ബന്ധപ്പെട്ട കാര്യമൊക്കെ എന്തൊക്കെയാണ് പല കാര്യങ്ങളും അർജുൻ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാനൊന്നും പറ്റില്ല അർജുൻ, അതൊന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരമൊക്കെ ഉണ്ടാവും. ഒന്നും വിട്ടുകൊടുക്കാതെ അർജുന് നിൽക്കും. അനുപമയാണ് കുത്തി ചോദിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴൊന്നും അർജുനൊന്നും തുറന്ന് പറയത്തില്ല. അഞ്ജലിയുടെ കാര്യമാണ്, അവളെ സംരക്ഷിച്ച് നിർത്തണമല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡയലോഗ് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഈ അനുപമ അകത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ അനുപമ അകത്തേക്ക് പോകുമ്പോഴാണ് അർജുന് ചെറിയൊരു സംശയം തോന്നി തുടങ്ങുന്നത്. എന്തോ വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, അഞ്ജലിക്ക് ആവതുണ്ടെങ്കിൽ കാണാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ഡയലോഗ് അനുപമ. അപ്പോഴാണ് സംശയം അർജുന് തോന്നി തുടങ്ങുന്നത്, എന്തോ വലിയൊരു ആപത്ത് അഞ്ജലിക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ അർജുനാണെങ്കിൽ സംശയം തോന്നുന്നു, എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് അഞ്ജലിക്ക്, എന്താണെങ്കിലും ഉടനെ തന്നെ പോയി നോക്കണം. ഇങ്ങനെ വിചാരിച്ച്
അർജുൻ വേഗം ജീപ്പിൽ കയറിയിട്ട് പോകുന്നൊരു സീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഈ സീൻ തന്നത്. കാരണം അഞ്ജലി ഒന്നുമില്ലാതെ വെറും വട്ടപൂജ്യമായി അവിടെ പുറത്ത് നിന്ന് മഴ നനയുമ്പോൾ നമ്മുടെ അർജുൻ കൂട്ടായിട്ട് ചെല്ലുമെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ തോന്നിയത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ശ്യാമളാമ്മ പുറത്തേക്ക് പതുക്കെ ഇറങ്ങി വരും. അവരുടെ ഉള്ളിൽ അഞ്ജലിയെ വീട്ടിലേക്ക് കയറ്റണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഈഗോ സമ്മതിക്കില്ലല്ലോ. അവർക്ക് വേദന എടുത്തു, അവർക്ക് വിഷമമുണ്ടാക്കിയ കാര്യമാണെങ്കിലും ആ ഒരു സംഭവത്തിൽ തന്നെ അവർ നിൽക്കുകയാണ്. വേദന ഉള്ളിലുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് അവരുടെ ദേഷ്യവും വാശിയൊക്കെ വരികയാണ്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ അഞ്ജലിയുടെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കുന്നൊരു സീനാണ്. അഞ്ജലി ഇത് കണ്ടപ്പോൾ വീണ്ടും ഇച്ചിരി വേദന കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനൊരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാത്രിയിൽ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.